നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ഞാനങ്ങ് പോട്ടെ സാർ. ആർക്ക് ശല്യാവാതെ ഇടക്കൊക്കെ മക്കളുടെ കാര്യം അന്വേഷിച്ച് ഞാൻ വരാം. അയാളുടെ ഈ സ്വഭാവം എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്തത്. അവിടെ കണ്ടത് ഇവിടെ വന്ന് പറയാ, ഇവിടെ കണ്ടത് വേറെ എവിടെയെങ്കിലും ചെന്ന് പറയാ. ഇതൊക്കെ ആണുങ്ങൾക്ക് ചേർന്ന പണിയാണോ ചേച്ചി? ഞാൻ ദാസങ്ങളുടെ വീട്ടിലായിരിക്കും അവൻ കരുതിയതിന്റെ തെളിവായിട്ടല്ലേ ജീരു അവിടെ ലേഡീസ് ചപ്പലും കുഞ്ഞിന്റെ ചപ്പലും കണ്ട കാര്യം പറഞ്ഞത്. ദാസങ്ങളുടെ വീട്ടിൽ ഒരു സ്ത്രീക്കും കുഞ്ഞിനും വരാൻ പാടില്ലേ ചേച്ചി? ചിലപ്പോ അദ്ദേഹത്തിന്റെ ബാംഗ്ലൂരുള്ള മകളും കുഞ്ഞും വന്നതാണെങ്കിലോ? ഏയ്, അവരൊന്നും ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല ജീരു. അഥവാ വരികയാണെങ്കിൽ രഘുവേട്ടനെങ്കിലും അറിയിക്കാതിരിക്കോ? പിന്നെ ചേച്ചി എന്താ വിചാരിക്കുന്നത്? ദാസങ്ങളും രഘുവേട്ടനും അവിടെ രഹസ്യമായിട്ട് ആരെങ്കിലും പാർപ്പിച്ചിട്ടുണ്ടെന്നാണോ? അയ്യോ, അതല്ല ചീരു. രഘുവേട്ടനും അവിടെ ഉണ്ടായിരുന്നു എന്നല്ലേ വിനയം പറഞ്ഞത്. അവൻ പുറത്തുനിന്ന് ദാസങ്ങളായിട്ട് അത്രയും നേരം സംസാരിച്ചിട്ടും രഘുവേട്ടൻ എന്തായിരിക്കും പുറത്തേക്ക് വരാതിരുന്നത്? എന്റെ ചേച്ചി, ഇതിന്റെ പേര് സംശയരോഗം എന്നാ. ആ വീടിനകത്ത് രഘുവേട്ടനും ഒരു സ്ത്രീയും കുഞ്ഞും ഉണ്ടായിരുന്നു പുറത്തുണ്ടായിരുന്ന ചെരുപ്പ് കണ്ട അയാൾ ഊഹിച്ചതല്ലേ? അതുപോലും അയാൾ സങ്കല്പിച്ച് പറഞ്ഞതാണോന്ന് ആർക്കറിയാം? വിനയൻ എന്തിനാ അത്തരം കാര്യങ്ങളൊക്കെ സങ്കല്പിച്ച് പറയുന്നത്? ഇവിടെ വന്ന് രഘുവേട്ടനെ മോശമാക്കി സംസാരിച്ചിട്ട് അവൻ എന്ത് കിട്ടാനാടി? രഘുവേട്ടനെ മോശമാക്കി പറഞ്ഞാൽ ചേച്ചിക്ക് പൊള്ളുവെന്നറിയാം. പ്രസവ ചെലവിന് കാശുണ്ടോന്ന് ചോദിച്ച ചേച്ചി അയാൾ ഇൻസൾട്ട് ചെയ്തതിനുള്ള പണിയാ അയാൾ ഇപ്പൊ ചേച്ചിക്ക് തന്നത്. മനസ്സിലായോ? ഇത്രയും കാലമായിട്ട് വിനയനെ ചേച്ചി പഠിച്ചില്ലല്ലോ. അയാളെപ്പോലെ ഒരു മനുഷ്യന്റെ വാക്ക് കേട്ട് ചേച്ചി രഘുവേട്ടനെ തെറ്റിദ്ധരിച്ചത് ഒട്ടും ശരിയായില്ല. വിനയൻ എത്രക്കാരനാണെന്ന് നോക്കേണ്ട കാര്യം എനിക്കെന്താ? എനിക്ക് രഘുവേട്ടൻ വഴിതെറ്റി പോവരുതെന്നുള്ള ഒറ്റ ചിന്തയുള്ളൂ. ഇത്രയും കാലമായിട്ട് രഘുവേട്ടൻ വഴിതെറ്റി പോയില്ലല്ലോ ചേച്ചി. പിന്നെ ഇപ്പൊ പെട്ടെന്ന് എന്താ ഇങ്ങനെ ഒരു ചിന്ത? കയ്യില് കാശും പതിവൊക്കെ വരുമ്പോഴല്ലേ ചിലരൊക്കെ മാറുക. പണ്ടൊരു ഫൈനാൻസ് കമ്പനി തുടങ്ങിയപ്പോ അവിടെ ജോലി ചെയ്ത പെണ്ണിനെ സഹായിച്ചതിന്റെ പേരില് പേരുദോഷം ഉണ്ടാക്കിയ ആളാ രഘുവേട്ടൻ. അന്നും രഘുവേട്ടൻ അവരെ സഹായിക്കുക മാത്രല്ലേ ചെയ്തത്? സംശയിച്ചതും പ്രശ്നം ഉണ്ടാക്കിയതൊക്കെ ചേച്ചി തന്നെയല്ലേ? അതെ, ഞാൻ പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ട് രഘുവേട്ടൻ അവളെ സഹായിച്ച് വേറെ വഴിക്ക് പോയില്ല. ഈ പുരുഷന്മാരുടെയൊക്കെ മനസ്സ് അങ്ങനെയാ ചീരു. കയ്യിലൊന്നും ഇല്ലെങ്കിൽ വീട്ടിലെ കഞ്ഞിയും കുടിച്ച് ഭാര്യയും കുട്ടികളായിട്ടങ്ങ് കഴിഞ്ഞോളൂ. എന്നാൽ അവർക്ക് മുമ്പിൽ നിറമുള്ളൊരു ലോകം തെളിഞ്ഞ അവരതിന്റെ പിന്നാലെ പോകും ചീരു. ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് രഘുവേട്ടനിൽ ഞാൻ അങ്ങനെ ചില മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതാ മോളെ എന്റെ ടെൻഷനും. എന്റെ അടുത്തുനിന്ന് രഘുവേട്ടൻ എന്തൊക്കെയോ ഒളിക്കുന്നു എന്നുള്ളൊരു തോന്നലാ. ചിലപ്പോ എന്റെ തോന്നലായിരിക്കും. അതെ, ചേച്ചിയുടെ തോന്നൽ തന്നെയാ, അല്ലാതെ വേറൊന്നുമില്ല. ചേച്ചി, നമ്മുടെ രഘുവേട്ടൻ അങ്ങനെയൊന്നും ആവാനാവില്ലേ ചേച്ചി? ചേച്ചി സമാധാനായിട്ടിരിക്കെ. അങ്ങനെ വിശ്വസിക്കാനാ ചീരു എനിക്കും ഇഷ്ടം. സത്യം പറഞ്ഞ കാശും സൗകര്യമൊക്കെ വരുമ്പോ പേടിയാ. ചിലപ്പോ തോന്നും ആ പഴയതുപോലെ ഉള്ളത് വെച്ച് ജീവിച്ചാ മതിയെന്ന്. അവിടെ സ്നേഹവും ഒരുമയും വിശ്വാസവും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പൊ രഘുവേട്ടന് കിട്ടിയ സൗകര്യങ്ങളുടെ പിന്നില് ഒരുത്തന്റെ ശാപം കൂടെയുണ്ട്. അതും ഒരു പേടിയാ. അവൻ ചോദിച്ചത് അന്നേ അവന് കൊടുത്താ മതിയായിരുന്നു. ആദിയുടെ ശാപമൊന്നും രഘുവേട്ടനെ ഏൽക്കില്ല ചേച്ചി. ആദി രഘുവേട്ടനെ ശപിക്കില്ല. അതെങ്ങനെ നിനക്കറിയാം?
അവനും കൂടി അവകാശപ്പെട്ട സ്വർണം ഉണ്ടായിട്ടും കാശ് കൊടുക്കാനുള്ളതിന്റെ പേരിൽ ഒരാളെ കൊല്ലേണ്ടി വന്നവന് രഘുവേട്ടനോട് പകയായിരിക്കില്ലേ മോളെ? പക്ഷേ രഘുവേട്ടൻ ആദ്യം ചോദിച്ച പണം കൊടുക്കാന്ന് സമ്മതിച്ചതല്ലേ? ഇപ്പോഴും അത് ആദിയുടെ കുടുംബത്തിന് നൽകാനുള്ള നീക്കം രഘുവേട്ടനും ദാസങ്ങളും ചേർന്ന് നടത്തുന്നുണ്ടല്ലോ. എങ്കിൽ എത്രയും വേഗം അതൊന്ന് കൊടുത്ത് ആ ബാധ്യത ഒഴിവാക്കാൻ പറയണം. എങ്കിൽ തന്നെ എന്റെ മനസ്സിന്റെ പാതി ഭാരം കുറഞ്ഞു കിട്ടും. മോക്ക് വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ അങ്ങോട്ട് പോട്ടെ. ശരി. ആന്റിയുടെ പടം വരട്ട സ്ഥാനത്ത് ഇവള് ഞെളിഞ്ഞു നിൽക്കുക. എനിക്ക് കാണണ്ട. കൊണ്ടുപോയിക്കോ. അവിടെ തെളിയട്ടെ ഹർഷേ. പോസ്റ്ററിൽ മാത്രമല്ല, അവള് സ്ഥാനാർത്ഥിയാവാൻ മനസ്സുകൊണ്ട് ഒരുങ്ങിക്കഴിഞ്ഞു. ഇനിയുള്ള ദിവസങ്ങളിൽ പ്രചാരണത്തിനായി ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങും. എല്ലാവരും അവളെ തലയിലെടുത്തു വെക്കട്ടെ. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ദിവസം വരെ അവള് ഞെളിഞ്ഞ് നടക്കട്ടെ. അപ്പോ അന്ന് അവളെ വീഴ്ത്താൻ ആന്റി മനസ്സുകൊണ്ട് തയ്യാറായല്ലേ? പിന്നെ ഒരുങ്ങാതെ. ഓരോ ദിവസവും കഴിയും തോറും എന്റെ നെഞ്ച് കത്തുക ഹർഷേ. അവളെങ്ങാനും തെരഞ്ഞെടുപ്പിൽ ജയിച്ച് പഞ്ചായത്ത് പ്രസിഡന്റായി വരുന്നത് കാണേണ്ടി വന്ന പിന്നെ എനിക്ക് ഭ്രാന്തായി പോവും. സത്യം പറഞ്ഞ പത്രിക കൊടുക്കുന്നവരെ കാത്തിരിക്കണമെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ദേ, ഇപ്പൊ സ്ഥാനം നഷ്ടപ്പെട്ടാലും അവക്ക് അപമാനം തന്നെയാ. പക്ഷേ ആർക്കും ഒരു സംശയം തോന്നാതെ അവൾക്ക് പണി കൊടുക്കാൻ ഇപ്പോ ആന്റിക്ക് പറ്റുമോ? ഇത്ര നേരത്തെ വീഴ്ത്താൻ ശ്രമിച്ചാലുള്ള പ്രശ്നം എന്താന്ന് വെച്ചാ, കൊടുക്കുന്ന പണി അല്പം ഒന്ന് പാളിപ്പോയാ അവള് രക്ഷപ്പെടുമെന്നുള്ളതാ. ഇപ്പോഴാണെങ്കിൽ അവൾക്ക് പാർട്ടിയുടെ സഹായവും കിട്ടും. പത്രിക സമർപ്പിക്കുന്ന ദിവസത്തിലെ അവൾക്ക് അടി കിട്ടുന്നതെങ്കിൽ